ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ 2024 നാളെ ഡിസംബർ 22 കേരളത്തിലെ ഏതാനും സെന്ററുകളിൽ ഒരുപാട് വക്കീലന്മാർ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സാവാനുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ നമ്മൾ ആദ്യം ഒരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സിലബസിനെ പറ്റിയാണ്. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിലബസ്, ഡീറ്റെയിൽ സിലബസ് ഞാൻ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നിയർലി 22ഓളം സബ്ജക്റ്റുകളാണ് നമ്മുടെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ വരുന്നത്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആയാലും നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ ഗൈഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആണെങ്കിലും അവിടെ ബെയർ ആക്റ്റുകൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. ബെയർ ആക്റ്റുകൾ മാത്രമേ കൊണ്ടുപോകൂ. അപ്പോൾ ഈ ബെയർ ആക്റ്റുകളൊക്കെ പലരും ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ബെയർ ആക്ട് എന്താണെന്നും ബെയർ ആക്ടിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ആ ബെയർ ആക്ടിൽ എന്തൊക്കെ ഉണ്ടെന്നും ആദ്യം നിങ്ങളൊന്ന് മറച്ചു നോക്കി അതിനോട് അക്ലിമേറ്റൈസ് ആവണം. അതായത് ബെയർ ആക്ടിനോടൊന്ന് പരിചയമാവണം. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ എയ്ബ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സാവാൻ പറ്റും. കാരണം ഈ 22ഓളം സബ്ജക്റ്റുകൾ നമ്മുടെ എയ്ബ് എക്സാമിനുണ്ട്. ഈ 22ഓളം സബ്ജക്റ്റുകൾ പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബെയർ ആക്റ്റുകളൊക്കെ ഒന്ന് മറച്ചു വെക്കുക. ആ ബെയർ ആക്ടിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് മനസ്സിലാക്കും. ബെയർ ആക്ടിൽ ഇപ്പോൾ എന്താ ഉള്ളത്? ഒരു സെക്ഷൻ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ചിലപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ലാൻഡ്മാർക്ക് കേസ് ലോയും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് ആ സെക്ഷൻ ഡിസ്ക്രിപ്ഷൻ മാത്രം അതിൽ കൊടുത്തിട്ടുള്ളൂ. അതിൽ ഫെർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ഫെർദർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ എക്സാം പോകുന്ന എല്ലാവരും ഈ അങ്ങനെ കയ്യിലുള്ള ബെയർ ആക്റ്റുകളൊക്കെ ഒന്ന് മറച്ചു നോക്കുക. ആ ബെയർ ആക്ടിൻ്റെ രീതി എന്താണ് മറച്ചു നോക്കുക. ഇപ്പം നമ്മൾ എക്സാം എഴുതുന്നു, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നു, നാളെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ കാണുന്നു. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഇന്ന ആക്റ്റാണ്, അത് ഇല്ലെങ്കിൽ ഇത് ഇന്ന സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബുക്ക് എടുത്ത് ആ ബെയർ ആക്ട് എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബെയർ ആക്ടിനോട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ബെയർ ആക്ടിനോട് പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബെയർ ആക്ട് ഒന്ന് മറച്ചു നോക്കി അതിനോടൊന്ന് ഓക്കെ ആവും. അപ്പോൾ ഈ 22ഓളം സബ്ജക്റ്റുകൾ പഠിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എയ്ബിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ഇരുന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ആ പ്രീവിയസ് ആൻസർ ക്യൂ ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എന്ത് തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വർഷത്തെ എയ്ബ് എക്സാമിന് 3 പുതിയ നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോൾ ആ 3 പുതിയ നിയമങ്ങൾ നിങ്ങൾ ബെയർ ആക്ട് ഒന്ന് മറച്ചു നോക്കി അതിനോട് ഓക്കെ ആവും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് വെക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു വേറെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ടൈം മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, ടൈം മാനേജ്മെൻറ്റിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിത് സോൾവ് ചെയ്ത് തീർക്കണം. ഓപ്പൺ ബുക്ക് എക്സാം ആണെങ്കിലും അതൊരു വെല്ലുവിളി തന്നെയാണ്. ടൈം മാനേജ്മെൻറ്റ് ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഈ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു 22ഓളം ബെയർ ആക്ട് ബുക്കുകളുണ്ട്. ഓക്കെ, ഈ 22ഓളം ബെയർ ആക്ട് ബുക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഫക്റ്റീവായിട്ട് നിങ്ങൾ മാനേജ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം. ഇപ്പം ഞാനൊരു ഉദാഹരണം വരാം. ഇപ്പം എൻ്റെ ഇതിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ബെയർ ആക്ട് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ബെയർ ആക്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ ആക്ടിന് ടൈറ്റിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതുപോലെ നിങ്ങൾക്ക് ഒരു 21ഓളം 22ഓളം ബുക്കുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബുക്കൊക്കെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ വെക്കുക. സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ്, അതായത് ഈ ബുക്കിൻ്റെയൊക്കെ ടൈറ്റിൽസ് ആണ് ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ ടൈറ്റിൽസ് ഒക്കെ നിങ്ങളുടെ നേരെ തിരിച്ചു വയ്ക്കുക. ഓക്കെ, കാരണം സ്റ്റാക്ക് ചെയ്ത് കറക്റ്റ് ടൈറ്റിൽസ് കാണുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നേരെ തിരിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഏതൊക്കെ ബുക്കുകളാണ് ഉള്ളത്, അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ചില അതിനൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ നോട്ടത്തിന് നിങ്ങൾക്ക് ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബുക്ക് എവിടെ ഇരിക്കുന്നു മനസ്സിലാവും. എന്ത് ചെയ്യാൻ നിങ്ങൾക്ക്? അതെടുക്കുക, നോക്കുക, ആൻസർ ചെയ്യുക, തിരിച്ച് അതേപടി അവിടെ തന്നെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചാലുള്ള ഗുണം അതാണ്. നിങ്ങൾക്ക് കറക്റ്റ് ക്വിക്ക് ആക്സസ് കിട്ടും, എവിടെയാണ് ഏത് ബുക്കാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ ഇടും.
വാരി വലിച്ചിങ്ങനെ ഇടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബുക്ക് എടുത്ത് അതിൻ്റെ ബുക്ക് നോക്കണം, ഇതല്ല ഇതല്ല ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ എന്താണ് നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുക്കുകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളെ ഫേസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ഏത് ബുക്കാണ് എവിടെ ഇരിക്കണമെന്ന്. അതുപോലെ തന്നെ അത് എടുത്ത സാധനം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ച് അവിടെ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ പ്രധാനമായിട്ട് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്സാവാൻ ഇത് വലിയ പ്രശ്നമുള്ള പരീക്ഷയൊന്നും അല്ല. നിങ്ങൾ ആരും ടെൻഷൻ അടിച്ച് വെറീഡ് ആവുമൊന്നും വേണ്ട. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിനായി 40% മാർക്ക് മതി. അതുപോലെ തന്നെ ജനറൽ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 45% മാർക്ക് മതി. നമ്മൾ ഈ 10 സെമസ്റ്ററും 6 സെമസ്റ്ററും ഒക്കെ എക്സാം എഴുതി കഴിഞ്ഞ് അത് പാസ്സായി എൻട്രോൾ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വെല്ലുവിളിയല്ല. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാവാൻ എന്നൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇത് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലാണ് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനിയും എയ്ബ് എഴുതി പാസ്സായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എയ്ബ് എഴുതുക എക്സാം എഴുതുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ ഷെയർ ചെയ്യുക. അത് നിങ്ങൾ ഇപ്പോൾ ഈ തവണ എഴുതുന്ന കുട്ടികൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.